എവ്രിവൺ, നമ്മുടെ ബറ്റാലിയൻ ബാച്ചിന് വേണ്ടിയിട്ട് തുടങ്ങിയ വൊക്കാബുലറി സീരീസ് ആണ് വൊക്കാബ് ബൂസ്റ്റർ. ഇന്ന് വൊക്കാബ് ബൂസ്റ്ററിന്റെ 9th സെഷൻ ആണ്. മീൻസ് ലെറ്റർ ഐ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ 8 ലെറ്റേഴ്സ് പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട സിനോണിംസ് പഠിച്ചു. ഇനി ലെറ്റർ ഐയിൽ തുടങ്ങുന്ന കുറച്ച് സിനോണിംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇംപാസ് ആണ്. ഇംപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ലോക്ക് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പ്രോഗ്രസിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ആ ഒരു ഡിസിഷനും എടുത്തിട്ട് കാര്യമില്ല, ഒരു സൊല്യൂഷനും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ ഇംപാസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് പാർട്ടീസ് തമ്മിലുള്ള എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ രണ്ടു പേർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, ആകെ സ്റ്റാൻഡ് സ്റ്റിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്, ഇംപാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഇതിൽ നിന്ന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനോണിയം ആയിരിക്കണം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യത്തത് ഡെഡ് ലോക്ക്, എ കംപ്ലീറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ വെയർ നെയ്തർ പാർട്ടി ക്യാൻ പ്രൊസീഡ്. രണ്ട് പാർട്ടിക്കും പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത വിധം ലോക്ക് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ഡെഡ് ലോക്ക്. അടുത്തത് സൊല്യൂഷൻ, നമുക്കറിയാം പരിഹാരം, എന്തെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള ഒരു കറക്റ്റ് സൊല്യൂഷൻ, ഒരു പരിഹാരം, അതാണ്. പിന്നീടുള്ളത് പ്രോഗ്രസ്, പുരോഗതി, എന്തെങ്കിലും ഒരു ഗോളോ ഒബ്ജക്റ്റീവോ അതിലേക്കുള്ള ഒരു ഫോർവേഡ് മൂവ്മെന്റ് ആണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് അഗ്രിമെന്റ്, എന്തെങ്കിലും കാര്യം എഗ്രി ചെയ്യുക, അതാണ്. ഇനി ഇംപാസ് എന്ന് പറയുന്ന വേർഡിന്റെ കറക്റ്റ് മീനിങ് ഇതിൽ ഏതായിരിക്കും കറക്റ്റ് സിനോണിയം? അത് ഡെഡ് ലോക്ക് ആണ്. ഓക്കെ, ഡെഡ് ലോക്ക് ആണ് അതിന്റെ കറക്റ്റ് സിനോണിയം എന്ന് പറയുന്നത്. യെസ്, ഇനി ഓക്കെ, ഇത് നമുക്ക് സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയാം. സ്റ്റാൻഡ് സ്റ്റിൽ. ഓക്കെ, ഇംപാസിന്റെ കറക്റ്റ് ആൻസർ ഡെഡ് ലോക്ക് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇഗ്നോബിൾ. നോബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ എന്താണ്. അപ്പൊ ഇഗ്നോബിൾ എന്ന് പറയുമ്പോൾ ശരിക്കും അതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. എ, ഡിസോണറബിൾ, ലാക്കിംഗ് ഇന്റഗ്രിറ്റി ഓർ ബ്രിങ്ങിങ് ഷെയിം അപ്പോൺ ഓൺ സെൽഫ്. അപ്പം ഇന്റഗ്രിറ്റി ഇല്ലാത്തൊരവസ്ഥ, അതായത് സ്വന്തമായിട്ട് തന്നെ ഷെയിം ഉണ്ടാക്കി വെക്കുന്ന ഒരു അവസ്ഥ, അതാണ് ഒരു എന്താ പറയാ ഒരു മഹത്വവും ഇല്ലാത്തൊരു കാര്യം, അതാണ് ഡിസോണറബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. അടുത്തത് നോബിൾ. നോബിൾ ഹാവിംഗ് ഫൈൻ പേഴ്സണൽ ക്വാളിറ്റീസ് ആൻഡ് ഹൈ മോറൽ പ്രിൻസിപ്പിൾ. അപ്പൊ ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ള, അതായത് ഭയങ്കര ഹൈ ക്വാളിറ്റീസും ഹൈ മോറൽ സ്റ്റാൻഡേർഡ്സും ഉള്ള ഒരു കാര്യമാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോബിൾ എന്ന് പറയുന്നത്, ഭയങ്കര മഹത്തായിട്ടുള്ള. അടുത്തത് ഓണേർഡ്, റിഗാർഡഡ് വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട് ആൻഡ് പബ്ലിക് എസ്റ്റീം. ഓണേർഡ്, ഒരാളെ ആദരിക്കുകയാണ് അല്ലെ, അപ്പൊ പബ്ലിക് എസ്റ്റീമും അതുപോലെ എന്താ ഭയങ്കര റെസ്പെക്ട് ഒരാൾക്ക് കൊടുക്കുന്നതാണ് എന്ത്, ഓണേർഡ് എന്ന് പറയുന്നത്. അടുത്ത റെസ്പെക്റ്റബിൾ, വേർത്തി ഓഫ് അഡ്മിറേഷൻ ആൻഡ് റിഗാർഡ്. ആരാണോ അഡ്മയർ ചെയ്യാനായിട്ട് വേർത്തി ആയിട്ടുള്ളത് അവരെ നമുക്ക് എന്ത് പറയാം, റെസ്പെക്റ്റബിൾ എന്ന് പറയാം. ഇവിടെ ഇഗ്നോബിൾ, അതൊരു നെഗറ്റീവ് മീനിങ് ആണ്. അപ്പൊ നോബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈ വാല്യൂസും പ്രിൻസിപ്പിൾസും ഉള്ളൊരു കാര്യമാണ് നോബിൾ. അപ്പൊ ഇഗ്നോബിൾ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഡിസോണറബിൾ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റബിൾ, ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയാം, അതാണ് ഇവിടുത്തെ ആൻസർ. ഇഗ്നോബിളിന്റെ സിനോണിയം ആണ് ഡിസോണറബിൾ ഓർ ഡിസ്റെസ്പെക്റ്റബിൾ. ഓക്കെ, ഇനി അടുത്തത് ഇനോക്വസ്. ഇനോക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഒരു ദ്രോഹവും ചെയ്യാത്ത, ഒട്ടും, അതുകൊണ്ട് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യം, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദ്രോഹമോ നഷ്ടമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒന്നിനും ദ്രോഹം വരുത്താത്ത ഒരു കാര്യം, അതിനെയാണ് നമ്മൾ ഇനോക്വസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ഹാംലെസ്, നോട്ട് ഏബിൾ ടു കോസ് ഇഞ്ചറി ഓർ ഡാമേജ് ടു എനിവൺ. അപ്പൊ ആർക്കും ഇഞ്ചറിയോ ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമോ ദ്രോഹമോ ഒന്നും ചെയ്യാത്തൊരു കാര്യം, അതാണ് ഹാംലെസ് എന്ന് പറയുന്നത്. ഇനി ഡേഞ്ചറസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏബിൾ ടു കോസ് ഹാം ഓർ ഇഞ്ചറി, ഹാമോ ഇഞ്ചറിയോ നമുക്ക് ത്രെറ്റനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ഡേഞ്ചറസ് എന്ന് പറയും അല്ലേ. ഇനിയുള്ളത് ടോക്സിക്, പോയിസണസ് ഓർ വെരി ഹാംഫുൾ. ടോക്സിക് എന്ന് പറയുമ്പോൾ എന്താ, പോയിസണസ് അല്ലെങ്കിൽ ഭയങ്കര ഹാംഫുൾ ആയിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് ടോക്സിക് എന്ന് പറയുന്നത്. അടുത്തത് ഹാംഫുൾ. ഹാംഫുൾ എന്ന് പറയുമ്പോൾ എന്താ, അതും സെയിം, ലൈക്ലി ടു കോസ് ഡാമേജ്, നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജോ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാൻ ചാൻസ് ഉള്ളതിനെയാണ് നമ്മൾ ഹാംഫുൾ എന്ന് പറയുന്നത്. ഇനി ഇനക്വസിന്റെ മീനിങ് അപ്പൊ എന്തായിരിക്കും, ഹാംലെസ്, നോട്ട് ഏബിൾ ടു കോസ് ഇഞ്ചറി ഓർ ഡാമേജ് ടു എനിവൺ. അങ്ങനെയുള്ള ഒരു ഇൻസെക്ട് അല്ലേ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്, അതിനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ഉണ്ടോ? ശരിക്കും കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഹാമും ഒന്നും ചെയ്യാത്തൊരു ഇൻസെക്ട് ആണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പിക്ചർ ഇല്ലസ്ട്രേഷൻ കൊടുത്തേക്ക്, നിങ്ങൾ അത് വെച്ച് ഓർക്കുക. ഇന്നക്വസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഇവിടുത്തെ ആൻസർ,
harmless എന്നാണ്. not able to cause injury or damage to anyone. harmless അല്ലെങ്കിൽ safe എന്ന് പറയാം, reliable എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് indolent. indolent എന്ന് പറയുമ്പോ എന്താ, ഭയങ്കര എന്താ പറയാ, മടിയുള്ള, ആക്റ്റീവ് അല്ലാത്ത ആ ഒരു മീനിങ് ആണ് indolent എന്ന് പറയുന്നത്. നമുക്ക് പറയാം inactive. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ലേസി, അൺവില്ലിംഗ് ടു വർക്ക് ഓർ യൂസ് എനർജി, ഐഡിൽ ആൻഡ് ഇനാക്റ്റീവ്. നമ്മുടെ എനർജി യൂസ് ചെയ്യാൻ അൺവില്ലിംഗ് അല്ല, വർക്ക് ചെയ്യാൻ അൺവില്ലിംഗ് അല്ല, അതാണ് എന്ത്, ലേസി എന്ന് പറയുന്നത്. അടുത്ത എനർജറ്റിക്, ഷോയിങ് ഗ്രേറ്റ് ആക്ടിവിറ്റി ആൻഡ് വൈറ്റലിറ്റി, ഭയങ്കരമായിട്ട് ആക്ടിവിറ്റി, വൈറ്റലിറ്റി, എക്സിസ്റ്റൻസ് ഒക്കെ കാണിക്കുന്നതാണ് എന്ത്, എനർജറ്റിക് എന്ന് പറയുന്നത്. അടുത്തത് ആക്റ്റീവ്, എൻഗേജിങ് ഇൻ ഫിസിക്കൽ ഓർ മെന്റൽ ആക്ടിവിറ്റി, എന്തെങ്കിലും ഫിസിക്കലോ മെന്റൽ ആക്ടിവിറ്റിയിലോ ഒക്കെ എൻഗേജ് ആവുന്നതാണ് എന്ത്, ആക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത ഇൻഡസ്ട്രീസ്, ഡിലിജൻ ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ശരിക്കും ഡിലിജൻ, നമ്മൾ പഠിച്ചതാണ്. ഡിലിജൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല എഫേർട്ട് ഇടുക, അതേ മീനിങ് വരുന്ന വേർഡാണ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇൻഡസ്ട്രീസ്. ഇനി ഇന്റലന്റിന്റെ ഇനാക്റ്റീവ് ആണല്ലേ, ശരിക്കും ഡോമന്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമുക്ക് ലെഥാർജിക് എന്ന് പറയാം. അപ്പൊ എന്താണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ എ ലേസി ആണ്. അൺവില്ലിംഗ് ടു വർക്ക് ഓർ യൂസ് എനർജി, ഐഡിൽ ആൻഡ് ഇനാക്റ്റീവ്. ഐഡിൽ ആയിട്ടുള്ള, ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്റലന്റിന്റെ സിനോണിയം ആണ് ലേസി. അടുത്തത് ഇംബ്യൂഡ്. ഇംബ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിറഞ്ഞ്, നല്ല എന്താ പറയാ, നിറഞ്ഞിരിക്കുക, ഭയങ്കര എന്താ പറയാ, ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഇംബ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫിൽഡ്, permeated or saturated with a quality of feeling or idea. അടുത്തത് empty, containing nothing, devoid of content or substance. അടുത്തത് drained, having been emptied or depleted for resources. അടുത്തത് removed. അപ്പൊ ഇതെല്ലാം നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ആകെ ഒരു മീനിങ്ങേ ഉള്ളൂ, ശരിക്കും ഒരു പോസിറ്റീവ് ആയിട്ട് വരുന്നത്. ഇംബ്യൂഡ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പോസിറ്റീവ് വേർഡ് ആണ്. അപ്പൊ ഫിൽഡ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഫിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഐഡിയാസോ ഫീലിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് നിറഞ്ഞ് സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുക, ഭയങ്കര സാച്ചുറേഷനോട് കൂടി ഇരിക്കുക, അതാണ് എന്ത്, ഫിൽഡ് എന്ന് പറയുന്നത്. ഭയങ്കര ഫിൽഡ്, നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പം ഇംബ്യൂഡിന്റെ മീനിങ് എന്തായാലും ഫിൽഡ് തന്നെയാണ്. ബാക്കി വരുവാണെങ്കിൽ എല്ലാം ഒരു ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ്സ് ആണ്. എം ടി എന്ന് പറയുമ്പോൾ എന്താ, ഒന്നുമില്ല, നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് നത്തിങ്, വാക്യൂം ആയിട്ടുള്ള കാര്യമാണ് എം ടി. അടുത്ത ഡ്രെയിൻഡ്, ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കാര്യം, എന്തെങ്കിലും റിസോഴ്സസ് നമ്മളത് യൂസ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുക്കുക, ഡ്രെയിൻഡ് ആയി പോയത്. അടുത്തത് റിമൂവ്ഡ്. റിമൂവ്ഡ് എന്ന് പറയുമ്പോൾ എന്താ, എടുത്ത് മാറ്റിയ ഒരു കാര്യം, ഉണ്ടായിരുന്ന ഒരു കാര്യം എടുത്ത് മാറ്റിയതാണ് റിമൂവ്ഡ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഫിൽഡ് ആണ്, അതാണ് ഇംബ്യൂഡിന്റെ സിനോണിയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻട്രിൻസിക്. ഇൻട്രിൻസിക് എന്ന് പറയുന്നത് ഇൻബോൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, ജന്മനാ ഉള്ള കൺജെനിറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, അതാണ് ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻഹെറന്റ്, ഓപ്ഷൻ ബി എക്സ്റ്റേണൽ, ഓപ്ഷൻ സി ആഡഡ്, ഓപ്ഷൻ ഡി സൂപ്പർഫിഷ്യൽ. അപ്പം ഇൻഹെറന്റ് എന്ന് പറയുമ്പോൾ എന്താ, എക്സിസ്റ്റിംഗ് എസ് നാച്ചുറൽ ഓർ പെർമനന്റ് പാർട്ട്. അപ്പൊ ഇൻഹെറന്റ്, ജന്മനാ ഉള്ള ഇൻബോൺ ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതാണ് ഇൻഹെറന്റ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എന്താ, എന്തെങ്കിലും പുറത്തുനിന്ന് വന്നത്, കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്, അതാണ് എക്സ്റ്റേണൽ. ഇൻഹെറന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും വിത്തിൻ വൺ സെൽഫ് എന്നൊക്കെ നമുക്ക് പറയാം, വിത്തിൻ വൺ സെൽഫ്. അടുത്തത് എക്സ്റ്റേണൽ, കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. അടുത്തത് ആഡഡ്. ആഡഡ് എന്ന് പറയുമ്പോൾ എന്താ, ജോയിൻഡ് ഓർ സപ്ലിമെന്റഡ് ഫ്രം ഔട്ട്സൈഡ്, എന്തെങ്കിലും പുറത്തുനിന്നൊരു കാര്യം വെച്ച് ചേർക്കുക, ജോയിൻ ചെയ്യുക, സപ്ലിമെന്റ് ചെയ്യുക, അതാണ് ആഡഡ് എന്ന് പറയുന്നത്. സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഓൺ ദ സർഫസ് ഓൺലി, ഇപ്പം സർഫസിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, അതാണ് സൂപ്പർഫിഷ്യൽ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇൻഹെറന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇൻബോൺ എന്ന് പറയാം. ഇൻബോൺ, ഇതൊക്കെ ഇതിന്റെ സിനോണിയം ആണ്. കൺജെനിറ്റൽ എന്നും പറയാം. ഓക്കെ, അപ്പം ഇൻട്രിൻസിക്, ഇൻഹെറന്റ് മീൻസ് ഇൻബോൺ ഓർ കൺജെനിറ്റൽ. ബാക്കിയൊക്കെ എന്താ,
ഇല്ല അല്ലെങ്കിൽ പുറത്തുനിന്ന് ചേർത്തത് എക്സ്റ്റേണൽ ആയിട്ട് വന്നത് സർഫസിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡീപ്പായിട്ട് വിത്തിൻ വൺ സെൽഫ് അങ്ങനെയുള്ളതാണ് ഇൻഹറന്റ് എന്ന് പറയുന്നത്. അതിന്റെ സിനോണിംസ് ഏതൊക്കെയാ മറക്കരുത്, ഇൻബോൺ, കോൺജെനിറ്റൽ. ഓക്കെ, ഇനി SSC-GD നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് അതിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദിശയുടെ ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട് GD-യുടേത്, അതിൽ അപ്ലൈ ചെയ്താൽ മതി നിങ്ങൾ. അപ്പൊ അതെന്ന് പറയുന്നത് ഈ വർഷത്തെ ലാസ്റ്റ് GD ബാച്ച് ആയിരിക്കും. അപ്പൊ വേഗം തന്നെ നിങ്ങൾ ലാസ്റ്റ് അവസരമാണ്, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഈ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 2,999 ആണ് ഇപ്പൊ കോഴ്സ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എല്ലാവരും ജോയിൻ ചെയ്ത് പഠിച്ചോളുക. ഓക്കെ, ഇത് നല്ലൊരു അവസരമാണ്. ഓക്കെ, നമ്മൾ ബാക്ക് ടു വേർഡ്സ്. അത് അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഐറ്റിനററി. ഐറ്റിനററി. ഓക്കെ, ഐറ്റിനററി എന്ന് പറയുമ്പോൾ ശരിക്കും എന്തെങ്കിലും ഒരു വഴി, പാത്ത്, റോഡ്, റൂട്ട് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റൂട്ട്, ഓപ്ഷൻ ബി ഡെസ്റ്റിനേഷൻ, ഓപ്ഷൻ സി അറൈവൽ, ഓപ്ഷൻ ഡി സ്റ്റോപ്പ്. അപ്പം റൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, ശരിക്കും ഇതിന്റെ മീനിങ് പിക്ചർ ഇലിസ്ട്രേഷൻ നോക്കിയാൽ മതി. ഐറ്റിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐറ്റിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് അല്ലെങ്കിൽ റോഡ് എന്നാണ് അർത്ഥം. ഓക്കെ, path or road. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായാലും ഓഫ് കോഴ്സ് വരുന്നത് ഓപ്ഷൻ എ റൂട്ട് ആണ്. എ പ്ലാൻഡ് പാത്ത് ഓഫ് ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പാത്ത്, ഒരു വഴി ഉണ്ടല്ലോ, ഒരു റൂട്ട്, അതാണ് എന്ത് ഐറ്റിനററി അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത്. ഇനി ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെന്നെത്തുന്ന സ്ഥലത്തെയാണല്ലേ പറയുന്നത്. ഫൈനൽ പ്ലേസ് ആണ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. റൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യം. ഓക്കെ, അടുത്തത് അറൈവൽ, ദ ആക്ഷൻ ഓഫ് റീച്ചിങ് എ ഡെസ്റ്റിനേഷൻ. അപ്പൊ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതാണ് എന്ത് അറൈവൽ. ഇതെല്ലാം കണക്റ്റഡ് വേർഡ്സ് ആണ് കേട്ടോ. അടുത്തത് സ്റ്റോപ്പ്, എ പ്ലേസ് വെയർ വൺ പോസസ് ഡ്യൂറിങ് എ ജേർണി. അപ്പൊ നമ്മളൊരു യാത്രയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഇത് യാത്രയെ കണക്ട് ചെയ്ത് പറയുമ്പോഴാട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നിർത്തത്തില്ലേ, ആ ജേർണിയുടെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ, അതാണ് സ്റ്റോപ്പ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ട്രാവലിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസും വേർഡും ആണ്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഐറ്റിനററി എന്ന് പറയുന്നത് ശരിക്കും പാത്ത് ഓർ റോഡ് എന്ന മീനിങ്ങിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഇംപെക്കബിൾ. ഇംപെക്കബിൾ എന്ന് പറയുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനെയാണ് ഇംപെക്കബിൾ എന്ന് പറയുന്നത്. പെർഫെക്റ്റ്. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫ്ലോലെസ്, വിതൗട്ട് എനി ബ്ലെമിഷസ് ഓർ മിസ്റ്റേക്സ്, അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. അപ്പം ഒരു ബ്ലെമിഷസോ മിസ്റ്റേക്കോ ഇല്ലാത്ത അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫ്ലോലെസ്. നമ്മൾ കൂടുതലും കോസ്മെറ്റിക് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഫ്ലോലെസ് എന്ന് പറയുന്നത്. സ്കിന്നിനെ കുറിച്ച് പറയുമ്പോൾ അതെന്താണ്, ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഒരു ഇംപെർഫെക്ഷനും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഭയങ്കര ഈവൻ ആയിട്ട്, ഭയങ്കര ഫൈൻ ആയിട്ട്, ഭയങ്കര സ്മൂത്ത് ആയിട്ട് എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നതാണ് എന്ത് ഫ്ലോലെസ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. ഇത് തന്നെയാണ് അതിന്റെ വേർഡ് എന്ന് പറയുന്നത്. അടുത്തത് ഡിഫക്റ്റീവ്. ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാവിങ് ഫോൾസ് ദാറ്റ് പ്രിവെന്റ് പ്രോപ്പർ ഫംഗ്ഷൻ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫോൾട്ടുകൾ, എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്സുകൾ, എററുകൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തത് ഫോൾട്ടി, ഹാവിങ് ഡിഫക്ട്സ് ഓർ ഇംപെർഫെക്ഷൻസ്. അതും സെയിം മീനിങ് ആണ്. എന്തെങ്കിലും ഡിഫക്ട്സോ ഇംപെർഫെക്ഷൻസോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോൾട്ടി ആയിട്ടുള്ള കാര്യം എന്ന് പറയൂലേ. അടുത്തത് ഇംപെർഫെക്റ്റ്, നോട്ട് പെർഫെക്റ്റ്, ഹാവിങ് ഫ്ലോസ്. ഇപ്പൊ ഫ്ലോസ് ഉണ്ട്, പെർഫെക്റ്റ് അല്ല, ഇതാണ് ഇംപെർഫെക്റ്റ്. അപ്പൊ ഈ ഫോൾട്ടി, അതുപോലെ ഇംപെർഫെക്റ്റ്, അതുപോലെ ഡിഫക്റ്റീവ്, ഇതെല്ലാം എന്താണ് സെയിം മീനിങ് വരുന്ന വേർഡ്സ് ആണ്. ഇതൊക്കെ എന്തിന്റെ ആന്റണിയമാണ്, ഈ ഒരു വേർഡിന്റെ ആന്റണിയമാണ് ഈ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സിനോണിയമാണ് എന്ത്, ഫ്ലോലെസ്. ഇംപെക്കബിൾ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്, അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആണ്. അപ്പൊ അതിന്റെ സിനോണിയം ഫ്ലോലെസ് ആണ്. വിത്തൗട്ട് എനി ബ്ലെമിഷസ് ഓർ മിസ്റ്റേക്സ്, ഒന്നുമില്ലാതെ ഭയങ്കര ഈവൻ ആയിട്ട്, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്, പെർഫെക്ഷനോടെ ഇരിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലോലെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇംപീഡ്. ഇംപീഡ് എന്ന് പറയുന്നത് ശരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെയാണ് നമ്മൾ ഇംപീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തടസ്സം നിൽക്കുക, അതിനെയാണ് നമ്മൾ ഇംപീഡ് എന്ന് പറയുന്നത്. ഒബ്സ്ട്രക്ട് എന്ന് വരും. ശരിക്കും ഇംപീഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റ് ആണ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സമാവുക. ഒബ്സ്ട്രക്റ്റ്. ഓക്കെ,
അപ്പം ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഹിൻഡർ, ഓപ്ഷൻ ബി അസിസ്റ്റ്, ഓപ്ഷൻ സി ഹെൽപ്പ്, ഓപ്ഷൻ ഡി സപ്പോർട്ട്. അപ്പൊ ഇത്രയും വേർഡ്സ് നമുക്കറിയാം സെയിം മീനിങ് വരുന്നതാണ്. അസിസ്റ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇതെല്ലാം ഒരു സെയിം മീനിങ് വരുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന വേർഡാണ് ഹിൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അസിസ്റ്റ്, ഹെൽപ്പ്, സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് അസിസ്റ്റൻസ്, എൻകറേജ്മെന്റ് ഒക്കെ ആർക്കെങ്കിലും സംതിങ് ഓർ സമ്മൺ എന്തിനെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരാളെ ഹെൽപ്പ് ചെയ്യുക, സ്വന്തം എഫേർട്സിലൂടെ ഒരാളെ സഹായിക്കുക, ഈ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഈ 3 വേർഡ്സും പറയുന്നത്. ഇനി ഹിൻഡർ എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് ഡിഫിക്കൽട്ടീസ് ദാറ്റ് ഡിലേ ഓർ പ്രിവെന്റ് പ്രോഗ്രസ്. അപ്പം പ്രോഗ്രസിനെ തടയുന്നതോ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള, അതിന് ലാഗ് വരുത്തുക, ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ഹിൻഡർ ചെയ്യുക എന്ന് പറയുന്നത്. ഇതിന്റെ സെയിം മീനിങ് ആണ് ഒബ്സ്ട്രക്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വേർഡിന്റെ സിനോണിയം എന്ന് പറയുന്നത് ഹിൻഡർ ആണ്, വിച്ച് മീൻസ് ഒബ്സ്ട്രക്ട് ഓർ ടു സ്റ്റോപ്പ് സംതിങ് ഓർ ടു ഹാമ്പർ സംതിങ്. ഹാമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്തിന്റെ സിനോണിയം എന്ന് പറയുന്നത്, ഇംപീഡിന്റെ സിനോണിയം എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി ഇത്രയും, അതായത് നിങ്ങൾ ഓർക്കുക, ഇംപീഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക അസിസ്റ്റ്, ഹെൽപ്പ്, സപ്പോർട്ട്, ഈ 3 വേർഡ്സും 3 പോസിറ്റീവ് വേർഡ്സിന്റെ ഓപ്പോസിറ്റ് മീനിങ്, അതിന്റെ ആന്റണിയം ആണ് ഇംപീഡ് എന്ന് പറയുന്നത്. ഇംപീഡിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത് ഒബ്സ്ട്രക്ട്, ഹാമ്പർ, ഹിൻഡർ, ഇതൊക്കെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻസൈറ്റ്. ഇൻസൈറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നം, ഓൾറെഡി ഉള്ള ഒരു പ്രശ്നം നമ്മൾ കുറച്ചും കൂടെ അതിനെ എന്ത് ചെയ്യുക, ആ പ്രശ്നം വലുതാക്കുക, കോംപ്ലക്സ് ആക്കുക, അല്ലെങ്കിൽ അതിനെ എന്താ പറയാ പിന്നെ മാളി കത്തിക്കുക എന്ന് പറയത്തില്ലേ, സെയിം ഈ പിക്ചറിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ. അതാണ് എന്ത്, ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിറപ്പ് എന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ പിന്നെയും വഷളാക്കുക, വഷളാക്കുക എന്ന് പറയാം അല്ലേ, വഷളാക്കുക, അതാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്, ഒരു സ്റ്റിറപ്പ്. ഇനി ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രൊവോക്ക്, ഓപ്ഷൻ ബി കാം, ഓപ്ഷൻ സി സൂത്ത്, ഓപ്ഷൻ ഡി പെസിഫൈ. പ്രൊവോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടു ഡെലിബറേറ്റ്ലി കോസ് എ റിയാക്ഷൻ ഓർ ഇമോഷൻ, എസ്പെഷ്യലി ആംഗർ. ഇപ്പൊ എന്തെങ്കിലും ഒരു റിയാക്ഷനോ എന്തെങ്കിലും ഒരു കാര്യം കോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൊവോക്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആങ്കർ ആണ്, കൂടുതലും ആളുകളെ ദേഷ്യം പിടിപ്പിക്കുന്ന, അവരെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതാണ് ശരിക്കും പ്രൊവോക്ക്. എന്തെങ്കിലും ഒരു കാര്യത്തെ എന്താ പറയുക, ഇങ്ങനെ പ്രേരിപ്പിക്കുക, ദേഷ്യം പിടിപ്പിക്കുക, അതൊക്കെയാണ് പ്രൊവോക്ക്. അടുത്തത് കാം, ടു മേക്ക് സമ്മൺ ട്രാൻക്വൽ ആൻഡ് ക്വയറ്റ്, ടു സൂത്ത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഭയങ്കര സൂത്ത്, ഭയങ്കര ട്രാൻക്വൽ ആക്കുക, കാം ആക്കുക, പീസ്ഫുൾ ആക്കുക, അതാണ് ഈ ഒരു വേർഡ് എന്ന് പറയുന്നത്. അടുത്തത് സൂത്ത്, ടു ജെന്റ്ലി റെഡ്യൂസ് പെയിൻ, ആങ്സൈറ്റി ഓർ ഡിസ്ട്രെസ്. അപ്പം പെയിൻ, ആങ്സൈറ്റി, ഡിസ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ്, ഇതെല്ലാം കാം ചെയ്യുന്ന, കൂൾ ഡൗൺ ചെയ്യുന്ന കാര്യമാണ് സൂത്ത് എന്ന് പറയുന്നത്. അടുത്തത് പെസിഫൈ, ടു ബ്രിങ് പീസ് ടു എ സിറ്റുവേഷൻ ഓർ കാം സമ്മൺസ് ആങ്കർ. അപ്പൊ പെസിഫൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പീസ് ആണ് മീനിങ്. എന്തുകൊണ്ടാ പെസിഫിക് ഓഷ്യന് പെസിഫിക് എന്നുള്ള പേര് വന്നത്? പെസിഫിക് എന്ന് പറഞ്ഞാലേ പീസ് എന്നാണ് അർത്ഥം. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഓഷ്യനാണ് പെസിഫിക് ഓഷ്യൻ. അതുകൊണ്ടിട്ടാണ് ആ ഒരു ഓഷ്യൻ ആ പേര് വന്നത്. അതേ വേർഡാണ് പെസിഫൈ. അപ്പൊ പെസിഫൈ, പീസ്, പെസിഫിക്, ഇതെല്ലാം പീസിന്റെ മീനിങ് ആണ്. പെസിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബ്രിങ് പീസ് ടു എ സിറ്റുവേഷൻ ഓർ കാം സമ്മൺസ് ആങ്കർ. അപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് സമാധാനം കൊണ്ടുവരിക, ഒരാളുടെ ദേഷ്യത്തെ കാം ഡൗൺ ചെയ്യുക, ഇതാണ് എന്ത്, പെസിഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇംഗ്ലിംഗ്. ഇംഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കുള്ള ഒരു സൂചന, സൂചന അല്ലെങ്കിൽ ക്ലൂ എന്ന് പറയാം, ഒരു ക്ലൂ. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഹിന്റ്, ഓപ്ഷൻ ബി സർട്ടനിറ്റി, ഓപ്ഷൻ ഡി ഫാക്ട്, ഓപ്ഷൻ സി പ്രൂഫ്. അപ്പം ഞാൻ പറഞ്ഞു ക്ലൂ തരിക, അല്ലെങ്കിൽ എന്താ പറയാ ഒരു സൂചന തരിക, ഒരു ഇൻഡിക്കേറ്റർ, ഇതൊക്കെയാണ് എന്ത്, ഇംഗ്ലിംഗ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റ്. ഓക്കെ, ഇനി ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ ഹിന്റ്, എ സ്ലൈറ്റ് സജഷൻ ഓർ ക്ലൂ. യെസ്, അതാണ് നമ്മുടെ ആൻസർ. ഹിന്റ്. ഹിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലൂ ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള സജഷനോ ക്ലൂവോ അതിനെയാണ് എന്ത്, ഹിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇംഗ്ലിംഗ്. ഇംഗ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ക്ലൂ അല്ലെങ്കിൽ എന്താ പറയാ സജഷൻ അല്ലെങ്കിൽ ഹിന്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്തത് സർട്ടനിറ്റി ആണ്. കംപ്ലീറ്റ് കൺവിൻഷൻ വിത്തൗട്ട് ഡൗട്ട്. അപ്പൊ ഡൗട്ട് ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺവിൻഷൻ ആണ് സർട്ടനിറ്റി, ഉറപ്പാണ് അത്. അടുത്തത് ഫാക്ട്, സംതിങ് നോൺ ടു ബി ട്രൂ. എന്തെങ്കിലും റിയാലിറ്റി ആയിട്ടുള്ള കാര്യം,
എല്ലാവർക്കും ട്രൂ ആണെന്ന് അറിയാവുന്ന കാര്യം. അതാണ് ഫാക്ട് എന്ന് പറയുന്നത്, യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ പ്രൂഫ്, എവിഡൻസ് എസ്റ്റാബ്ലിഷിംഗ് എ ഫാക്ട്, എന്തെങ്കിലും ഒരു ഫാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എവിഡൻസിനെയാണ് പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹിന്റ് ആണ്. അപ്പൊ ഇൻക്ലിങ്ങിന്റെ സിനോണിയം എന്താണ്? ഹിന്റ് അല്ലെങ്കിൽ ക്ലൂ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്തത് ഇൻട്രൂഡ്. ഇൻട്രൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു കയറ്റം എന്നാണ് മീനിങ്. കടന്നു കയറ്റം. ഓക്കെ, അതാണ് ഇൻട്രൂഡ്. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇൻട്രൂഡ് ചെയ്യുക, കടന്നു കയറുക. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ട്രെസ്പാസ്, ഓപ്ഷൻ ബി ലീവ്, ഓപ്ഷൻ സി വിത്ഡ്രോ, ഓപ്ഷൻ ഡി എക്സിറ്റ്. അപ്പൊ നമ്മൾ ഇത്രയും ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള മീനിങ് ഏതിലേക്കാ തോന്നുന്നത്? യെസ്, ലീവ്, വിത്ഡ്രോ, എക്സിറ്റ്. ഇതെല്ലാം ഒരിടത്തുനിന്ന് മാറുക, പോവുക, അല്ലെങ്കിൽ വിത്ഡ്രോ ചെയ്യുക, വ്യതിചലിക്കുക, മാറുക, പിന്നോട്ട് നിൽക്കുക, സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഓക്കെ, ലീവ്, ടു ഗോ അവേ ഫ്രം എ പ്ലേസ്, ടു ഡിപ്പാർട്ട് ഓർ എക്സിറ്റ് റെസ്പെക്ട്ഫുള്ളി. എന്തെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് റെസ്പെക്ട്ഫുള്ളി ഡിപ്പാർട്ട് ചെയ്യുക, അതാണ് എന്ത്? ലീവ് എന്ന് പറയുന്നത്. വിത്ഡ്രോ എന്ന് പറഞ്ഞാൽ ടു റിമൂവ് വൺസെൽഫ് ഫ്രം പാർട്ടിസിപ്പേഷൻ ഓർ പ്രസൻസ് വോളണ്ടിയർലി. ഇപ്പോൾ ഒരാൾ സ്വയമേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷനിൽ വിത്ഡ്രോ ചെയ്യുകയാണ് അത്. അടുത്തത് എക്സിറ്റ്, ടു ഗോ ഔട്ട് ഓർ ലീവ് എ പ്ലേസ് ത്രൂ എ ഡെസിഗ്നേറ്റഡ് വേ. പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഡെസിഗ്നേറ്റഡ് വഴി കൂടെ പുറത്തേക്ക് പോകുക, അതാണ് എക്സിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? ട്രെസ്പാസ്, ട്രെസ്പാസേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, ടു എൻ്റർ സമ്മൺസ് പ്രോപ്പർട്ടി ഓർ സ്പേസ് വിത്തൗട്ട് പെർമിഷൻ ഓർ ടു വയലേറ്റ് ബൗണ്ടറീസ്. അപ്പൊ ആരുടെയെങ്കിലും ഒരു പ്രോപ്പർട്ടിയിലോട്ട് പെർമിഷൻ ഇല്ലാതെ കടന്നു കയറുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൈവസി വയലേറ്റ് ചെയ്യുക, ബൗണ്ടറീസ് വയലേറ്റ് ചെയ്യുക, ഇതാണ് എന്ത്? ട്രെസ്പാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർ ഇൻട്രൂഡ്, അതാണ് അതിന്റെ സിനോണിയം എന്ന് പറയുന്നത്. ഇൻട്രൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, ഒരു പ്രോപ്പർട്ടിയിലേക്ക്, ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിലേക്ക്, അല്ലെങ്കിൽ ഒരാളുടെ എന്താ പറയാ ബൗണ്ടറീസിലേക്ക് ഇടിച്ചു കയറുക, അതാണ് ട്രെസ്പാസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻട്രൂഡ് ചെയ്യുക. ബാക്കിയൊക്കെ ഓപ്പോസിറ്റ് മീനിങ്സ് ആണ്. അടുത്തത് ഇൻസുലാർ. ഇൻസുലാർ എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡ് ആണല്ലേ. അപ്പം ഒറ്റപ്പെട്ട് കിടക്കുക, ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുക, അതാണ് എന്ത്? ഇൻസുലാർ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ആൻസർ എന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ. ഐസൊലേറ്റഡ്, ഐസൊലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ ഏലിയനേറ്റ് ചെയ്യുക എന്നൊക്കെ പറയാം. ഏലിയനേറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്റ്റിങ്ക്റ്റഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് ആണ് ഇൻസുലാറിന്റെ സിനോണിയം. സെപ്പറേറ്റഡ് ഫ്രം അതേഴ്സ്, എലോൺ ഓർ കട്ട് ഓഫ്. അപ്പം അതേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ഓഫ് ചെയ്തൊരു കാര്യം, അതാണ് ഐസൊലേറ്റഡ് എന്ന് പറയുന്നത്. ബാക്കി ഓപ്പൺ മീൻസ് ആക്സസിബിൾ ആൻഡ് റിസെപ്റ്റീവ് ടു ന്യൂ ഐഡിയസ്. എന്തിനും ഓപ്പൺ ആയിട്ടുള്ള, എന്തിനെങ്കിലും ആക്സസിബിൾ ആയിട്ടുള്ളതാണ് ഓപ്പൺ. അടുത്തത് കണക്റ്റഡ്, ജോയിൻഡ് ഓർ ലിങ്ക്ഡ് വിത്ത് അതേഴ്സ്. അതേഴ്സുമായിട്ട് ജോയിൻ ആയിട്ടുള്ളത്, ലിങ്ക്ഡ് ആയിട്ടുള്ളത്, ഇതാണ് എന്ത്? കണക്റ്റഡ് എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ്, എംബ്രേസിംഗ് ഡൈവേഴ്സിറ്റി ആൻഡ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ്. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ എന്താ? എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ പെർസ്പെക്റ്റീവ്സിനെ, ഡൈവേഴ്സിറ്റിനെ എംബ്രേസ് ചെയ്യുന്നതാണ് എന്ത്? ഇൻക്ലൂസീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഞാൻ പറഞ്ഞു ഐസൊലേറ്റഡ് ആണ്. അത് വിച്ച് മീൻസ് ഏലിയനേറ്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റഡ്. അതിന്റെ സിനോണിയം ഏതാണ്? ഇൻസുലാർ. ഇൻസുലാറിന്റെ സിനോണിയം ആണ് ഐസൊലേറ്റഡ്. ഓക്കെ, ഓക്കെ, അടുത്തത് ഇന്റർമിറ്റന്റ്. ഇന്റർമിറ്റന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം, അതാണ് ഇന്റർമിറ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ സ്പൊറാഡിക്, ഒക്കറിങ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്, നോട്ട് കോൺസ്റ്റന്റ് ഓർ റെഗുലർ ഇൻ പാറ്റേൺ. അപ്പം സ്പൊറാഡിക് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കും, പക്ഷെ അത് റെഗുലറും അല്ല, അത് നമുക്ക് പറയാനും പറ്റില്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ മാറി മാറി ഇറഗുലർ ആയിട്ട് ഉണ്ടാവുന്ന കാര്യമാണ് സ്പൊറാഡിക്. അടുത്തത് കണ്ടിന്യൂസ്, ഫോം ചെയ്യാൻ അൺബ്രോക്കൺ സീക്വൻസ് വിത്തൗട്ട് ഗ്യാപ്സ് ഓർ പോസ്. ഗ്യാപ്സോ പോസസോ ഇല്ലാത്ത അൺബ്രോക്കൺ ആയിട്ടുള്ള, ബ്രേക്ക് ഇല്ലാത്തൊരു സീക്വൻസ്, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു കാര്യം, അതാണ് കണ്ടിന്യൂസ്. അടുത്തത് കോൺസ്റ്റന്റ്, ഹാപ്പനിങ് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ഇന്ററപ്ഷൻ ഓർ ചേഞ്ച്. അപ്പൊ ഇന്ററപ്ഷനോ ചേഞ്ചോ ഇല്ലാതെ കണ്ടിന്യൂസ്ലി സംഭവിക്കുന്നതാണ് എന്ത്? കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റഡി, റെഗുലർ, ഈവൻ ആൻഡ് അൺചേഞ്ചിങ് ഇൻ പാറ്റേൺ ഓർ ഇന്റൻസിറ്റി. സ്റ്റഡി എന്ന് പറയുന്നത് റെഗുലർ, ഈവൻ അല്ലെങ്കിൽ അൺചേഞ്ചിങ് ഇൻ പാറ്റേൺ ആണ്. സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇൻകോൺസ്റ്റന്റ് ആണ്. സോറി, ഇൻകോൺസ്റ്റന്റ്. അപ്പം ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ബ്രേക്സ് ഒക്കെ വന്ന്
കണ്ടിന്യൂറ്റി ഇല്ലാതെ പോകുന്നൊരു കാര്യം, എപ്പോഴെങ്കിലും ഇറഗുലർ ആയിട്ട് നടക്കുന്ന കാര്യമാണ് ഇന്റർമിറ്റന്റ്. അപ്പൊ അതിന്റെ സിനോണിയമാണ് ഇൻകോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പൊറാഡിക്, ഒക്കറിങ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്, നോട്ട് കോൺസ്റ്റന്റ് ഓർ റെഗുലർ ഇൻ പാറ്റേൺ. അപ്പം പാറ്റേണിൽ കോൺസ്റ്റന്റോ റെഗുലറോ അല്ലാത്തൊരു കാര്യം, ഭയങ്കര എന്താ പറയാ ബ്രേക്ക് വന്ന് ഉണ്ടാവുന്ന ഒരു കാര്യം, ഇറഗുലർ ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കുന്ന കാര്യം, അതാണ് സ്പൊറാഡിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർമിറ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും വേർഡ്സ് നമ്മൾ ഇന്ന് പഠിച്ചു. ഐ എന്ന് പറയുന്ന ലെറ്ററിലുള്ള. അപ്പൊ ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, ഏതെങ്കിലും സെന്റൻസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് മറക്കാതെ ഓർമ്മയിലിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ GD-ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ആ ഒരു കാര്യം മറക്കണ്ട. 2999 ഓഫറാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് GD ബാച്ച് ആണ് ഈ വർഷത്തെ. വേഗം തന്നെ ഈ ഓഫർ മിസ്സാക്കാതെ ജോയിൻ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആരും ഇത് മിസ്സാക്കണ്ട. ഓക്കെ, അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.